പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ജപ്തി നടപടി നേരിട്ട കുടുംബം ദുരിതത്തിൽ. ചെർപ്പുളശ്ശേരി എലിയപ്പറ്റ സ്വദേശി മുഹമ്മദ് അലിയും കുടുംബവുമാണ് ജപ്തിയെ തുടർന്ന് ദുരിതത്തിലായത്. കുട്ടികളുടെ പഠനോപകരണങ്ങളും യൂണിഫോമും ഒന്നും എടുത്തു മാറ്റാൻ സാധിക്കും മുൻപേ ജപ്തി നടപടി പൂർത്തിയാക്കിയത് ഇവരെ കടുത്ത പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ 10 ദിവസമായി ജപ്തി ചെയ്ത വീടിന്റെ ഉമ്മറത്താണ് പകൽ ഈ കുടുംബം കഴിച്ചുകൂട്ടുന്നത്. രാത്രി അയൽവാസികളുടെ കരുണയിലൊരുങ്ങിയ താൽക്കാലിക താമസ സ്ഥലത്താണ് ചെറുപ്പുളശ്ശേരി എലിയപ്പറ്റ സ്വദേശി മുഹമ്മദ് അലിയും കുടുംബവും തങ്ങുന്നത്. നവംബർ 29-നാണ് ചെറുപ്പുളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഇവരുടെ വീട് ജപ്തി ചെയ്തത്. 2019-ൽ വീടിന്റെ ആധാരം പണയപ്പെടുത്തി മുഹമ്മദ് അലി എടുത്ത 7 ലക്ഷം രൂപ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നായിരുന്നു ജപ്തി. സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന മുഹമ്മദ് അലി ജോലിക്കിടെ ബിൽഡിംഗിൽ നിന്നും വീണ് വാരിയല് പൊട്ടി കിടപ്പിലായതോടെയാണ് വായ്പാ തിരിച്ചടവ് ഉൾപ്പെടെ എല്ലാം പ്രതിസന്ധിയിലായത്. ഇതിനിടെ ഇളയ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഗർഭാശയമുഴ സംബന്ധിച്ച ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടി ഭാര്യ ഹസീന മോൾക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവായി. കുട്ടിനെ 6-ാം മാസത്തിൽ പ്രസവിച്ചത്. അപ്പോൾ ആ കുട്ടിനെ ഞങ്ങൾ ഒരു 900 ഗ്രാം ഉണ്ടാകുന്നുള്ളൂ കുട്ടി. അപ്പോൾ അന്ന് ഈ നിലയ്ക്ക് ഞങ്ങൾ ആക്കിയെടുക്കാൻ ഒരു 9-9.5 ലക്ഷത്തോളം അവൾക്ക് വണ്ടി വന്നിക്കണം. ആ ഒരു കടത്തുനിന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേന് ഹസ്ബൻഡിൻ്റെ വീഴ്ചയും എൻ്റെ വയ്യായി ഒക്കെ പാടായിരുന്നു. അതുകൊണ്ട് വന്നതാണ് ഇത്രയും വലിയ ബാധ്യത. മുഹമ്മദ് അലിയും ഭാര്യ ഹസീനമോളും 3 മക്കളും അടങ്ങുന്നതാണ് ഈ കുടുംബം. 18-കാരനായ മൂത്ത ആൺകുട്ടി കൂലിപ്പണിക്ക് പോയി കിട്ടുന്നതാണ് ഇപ്പോഴുള്ള ഏക വരുമാനം. രണ്ടാമത്തെ ആൺകുട്ടി 7-ാം ക്ലാസ്സിലും പെൺകുട്ടി UKGയിലുമാണ് പഠിക്കുന്നത്. ഈ കുട്ടികളുമായി എവിടെ പോയി ഇനി അന്തിയുറങ്ങുമെന്നാണ് ഇവർക്ക് മുന്നിലുള്ള ചോദ്യം. കുട്ടികളുടെ പഠനോപകരണങ്ങളും യൂണിഫോമും വീട്ടുപകരണങ്ങളുമെല്ലാം ബാങ്കുകാർ പൂട്ടിപ്പോയ വീടിനകത്താണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഈ മക്കളായിട്ട് ഞാൻ എവിടുക്കാ പോകുക? എൻ്റെ ഭർത്താവിന് വീടില്ല, എനിക്കും വീടില്ല. ഞങ്ങൾ എവിടുക്കാ പോകണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓല് അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് മാറാനാണ് പറഞ്ഞത്. അപ്പം ഒന്ന് മാറിയിട്ട് ഞങ്ങൾ 11 ദിവസമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അയൽവാസികൾ ഇടപെട്ട് ഏർപ്പെടുത്തിയ ഒരു ക്വാർട്ടേഴ്സിലേക്ക് ഇവർ മാറിയെങ്കിലും വാടക നൽകാനുള്ള വരുമാനമില്ലെന്നും ഇവർ പറഞ്ഞു. ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്ന അവസ്ഥയിലാണ് ചെറിയ കുട്ടികളടങ്ങുന്ന ഈ കുടുംബം. ന്യൂസ് മലയാളം, പാലക്കാട്.